ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം നമ്മുടെ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പരിപാടി കാണാനായി എത്തിച്ചേർന്ന മറ്റെല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്കൂളിൻ്റെ ഹെഡ് ടീച്ചറായ അജിത ടീച്ചറെ ക്ഷണിക്കുന്നു. നമ്മുടെ ഈ കൊച്ചു പരിപാടി ഗംഭീരമാക്കാൻ ഇവിടെ ഉത്സാഹപൂർവ്വം എത്തിയിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ബന്ധുക്കൾക്കും ഈ നാട്ടുകാർക്കും എൻ്റെ വിനീതമായ വയ്ക്കും. നമ്മുടെ ഈ ശ്രീ ഗുരുദേവ് വിദ്യാലയം പ്രവർത്തനം ആരംഭിച്ചിട്ട് 31 വർഷം കഴിഞ്ഞിരുന്നു. 1993 ജനുവരി 4-നാണ് നമ്മുടെ ഈ വിദ്യാലയം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. അന്നത്തെ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു നമ്മുടെ ഈ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ആ ഒരു വർഷം മുതൽ ഈ ഒരു 31 വർഷം പിന്നിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥിനികൾ ഇവിടുന്ന് പഠിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. അവരുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക് നമുക്ക് ഒരു തുടക്കം കുറിക്കാൻ എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയിൽ ഒരു സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ചെറിയൊരു വിദ്യാലയം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയത്താണ് നമ്മുടെ കൊറോണ എന്ന ഒരു മഹാവ്യാധി ലോകമെമ്പാടും പിടിപെട്ടതും നമ്മൾ വളരെ ഒരു ശോചനീയമായ രീതിയിലേക്ക് ചുരുങ്ങിപ്പോയതും. പരിപാടിയുടെ അധ്യക്ഷൻ അജിത ടീച്ചർ, ഇവിടെ എത്തിച്ചേർന്ന 11-ാം വാർഡ് മെമ്പർ ഉപസ്വാഗതൻ വരാമെന്ന് പറഞ്ഞിരുന്ന ഗിരീഷേട്ടൻ, പിന്നെ നന്ദി പറയുന്ന സിനി ടീച്ചർ, നമ്മുടെ കുഞ്ഞു മക്കളെ, ഇവരുടെ രക്ഷിതാക്കളെ, നമ്മളിന്ന് ഇവിടെ ഗുരുദേവാനേഴ്സിലൂടെ 31-ാം വാർഷികം അല്ലേ, 31-ാമത്തെ വർഷമാണെന്നാണ് പറയുന്നത് നഴ്സറി തുടങ്ങിയിട്ട്. ഞാൻ കുറേ കാലം എനിക്കും പരിചയമുണ്ട് ഇവിടെ, ഞാനും വന്നിട്ട് കുറേ വർഷങ്ങളായി. എന്തായാലും നമ്മുടെ ഈ ഒരു പ്രദേശത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു സ്ഥാപനമായിരുന്നു ഇത്.
LKG, UKG, 4ാം ക്ലാസ് വരെ പ്രവർത്തിച്ചു പോന്ന ഒരു സ്ഥാപനമായിരുന്നു. കലാ കായിക വാസനകൾ വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഇങ്ങനെയുള്ള ഓരോ പരിപാടികളും നടത്തി വരുന്നത്. കുട്ടികളുടെ കലാവാസന എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ കലാതിലകങ്ങളായിട്ടൊക്കെ വളരുന്ന കുട്ടികൾ ഈ ഒരു പ്രായത്തിലെ നല്ല രീതിയിൽ കലാകായികമായിട്ട് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ്. അവരുടെ നല്ല ഒരു വാസന കൂടിയാണ് നമുക്ക് ഇതിലേക്ക് കൊണ്ടുപോരാൻ കഴിയുന്നത്. എങ്കിലും നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുന്നതിനും കായികമായിട്ടും കലാപരമായിട്ടും എല്ലാ കഴിവുകളും നമ്മുടെ കുട്ടികൾക്കുണ്ട്. ആ ഒരു കഴിവ് ഇനിയും വർദ്ധിച്ചു വരട്ടെ എന്നും ഈ ഒരു ചടങ്ങ് നമ്മൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷ അജിത ടീച്ചർ, അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞ അനൂപ ടീച്ചർ, മറ്റ് വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, നല്ലവരായ നാട്ടുകാരെ, നമുക്കറിയാം ഗുരുദേവ് നഴ്സറി എനിക്ക് അറിയുന്ന കാലം തൊട്ടേ നേരത്തെ അപ്പുറത്തൊരു ബിൽഡിങ്ങിലായിരുന്നു നഴ്സറി. നല്ല രൂപത്തിൽ പ്രവർത്തിച്ചൊരു ഗുരുദേവ് വിദ്യാലയമാണ്. അതിൻ്റെ ഒരു പുരോഗതി എന്നുള്ള രൂപത്തിൽ തന്നെ ടീച്ചറോട് സൂചിപ്പിച്ചു. 4ാം ക്ലാസ് വരെ അതിൻ്റെ പ്രവർത്തനമായിട്ട് പോയി. അതിനോടനുബന്ധിച്ച് ആ കുട്ടികൾക്ക് വേണ്ട എല്ലാ വിദ്യാഭ്യാസങ്ങളും എന്താ വെച്ചാൽ അതിനോടനുബന്ധിച്ച് പഠന യാത്ര, അതുപോലെ മറ്റുള്ള സൗകര്യങ്ങൾ, അല്ല ഡാൻസ്, പാട്ട്, ഇതൊക്കെ തന്നെ നല്ല രൂപത്തിൽ നടത്തിക്കൊണ്ട് വന്ന കുറച്ച് സൗകര്യത്തിന് വേണ്ടിയിട്ട് പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റുകയും അത് നല്ല രൂപത്തിൽ പ്രവർത്തിക്കുകയും ഈ പ്രദേശത്തുള്ള കുട്ടികളായാലും ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് അറിയുന്നതും ഈ പ്രദേശത്തുകാരാണ്. അവരുടെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവരോട് സംസാരിച്ച് എല്ലാവരും നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് കൊറോണ സമയത്ത് ടീച്ചറോട് സൂചിപ്പിക്കുകയുണ്ടായി. കൊറോണ സമയത്ത് അതിൻ്റെ ഒരു പ്രയാസം വന്ന സമയത്ത് ഒരു പിന്നോട്ടടി ഉണ്ടായതാണ്. അത് ഗുരുദേവ് നഴ്സിംഗ് വിദ്യാലയത്തിന് മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ തന്നെ എല്ലാ വിദ്യാലയങ്ങൾക്കും അതിൻ്റെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അത് ഒക്കെ മറികടന്നുകൊണ്ട് ഇനി അങ്ങോട്ട് വരും കാലങ്ങളിൽ അതിലും നല്ല രൂപത്തിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആശംസ പ്രസംഗം അവസാനിക്കും. ശ്രീ ഗുരുദേവ് വിദ്യാലയത്തിൻ്റെ വാർഷികാഘോഷ പരിപാടിയോടനുബന്ധിച്ച് 2023-24 അധ്യയന വർഷത്തെ റിപ്പോർട്ടാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. 1993 ജനുവരി 4 ആരംഭിച്ച ഈ വിദ്യാലയം അനേകം കുഞ്ഞുങ്ങൾക്ക് അറിവ് പകർന്ന് 31 വർഷം പിന്നിട്ടിരിക്കുകയാണ്. സ്കൂളിൻ്റെ പ്രവർത്തന സമയം 10 മുതൽ 3 വരെയാണ്. അതിൽ 30 മിനിറ്റ് LKG, UKG ക്ലാസുകൾ, വാക്കുകൾ, പാട്ടുകൾ, ചോദ്യോത്തരങ്ങൾ എന്നീ കാര്യങ്ങൾ പഠിക്കുന്നു. കുട്ടികളിലെ കലാകായിക അഭിരുചി വളർത്തുന്നതിനായി എല്ലാ വർഷവും ടാലന്റ് ഡേ, സ്പോർട്സ് ഡേ, കയ്യെഴുത്ത് മത്സരം, ചിത്രരചന മത്സരം എന്നിവ നടത്താറുണ്ട്. ഓൾ കേരള നഴ്സറി കലോത്സവമായ ചിത്രാഞ്ജലി, സേവക് എന്നീ നഴ്സറി കലോത്സവങ്ങളിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുകയും സമ്മാനം നേടുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ ഗുരുദേവ് വിദ്യാലയത്തിൽ നഴ്സറിയോടൊപ്പം 1 മുതൽ 4 വരെ ക്ലാസുകൾ പ്രവർത്തിച്ചിരുന്നതാണ്. കൊറോണ എന്ന മഹാമാരിക്ക് ശേഷം 1 മുതൽ 4 വരെയുള്ള ക്ലാസുകൾ ഒഴിവാക്കിക്കൊണ്ട് നഴ്സറി ക്ലാസുകൾ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അടുത്ത അധ്യയന വർഷം മുതൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വീണ്ടും ആരംഭിക്കുന്നതിനായി ആലോചിക്കുന്നുണ്ട്. കഴിഞ്ഞ അധ്യയന വർഷം കുട്ടികളെ പ്ലാനറ്റോറിയം സന്ദർശിക്കുന്നതിനായി കൊണ്ടുപോയിരുന്നു. ഓരോ വർഷവും കുട്ടികൾക്ക് വേണ്ടി ഉല്ലാസയാത്ര നടത്താറുണ്ട്. സ്വാതന്ത്ര്യദിനം പരിപാടികളോടെ ആഘോഷിച്ചു. ഈ വർഷത്തെ ഓണാഘോഷം രക്ഷിതാക്കളുടെ സഹകരണത്തോടെ ഗംഭീരമായി നടത്താൻ കഴിഞ്ഞു. ഊഞ്ഞാലാട്ടം, ഉറിയടി മത്സരം, വഞ്ചിപ്പാട്ട്, പൂക്കളം, ഓണസദ്യ എന്നിവ കുഞ്ഞുങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. കുട്ടികൾക്ക് വേണ്ടി പുൽക്കൂടും ക്രിസ്മസ് ട്രീയും എല്ലാം ഒരുക്കി ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. കുട്ടികൾ പരസ്പരം ഗിഫ്റ്റ് കൈമാറാറുണ്ട്. നവംബർ 14 ശിശുദിനം കുട്ടികളുടെ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. നവംബർ 26 ഡിവോമിംഗ് ഡേക്ക് കുട്ടികൾക്ക് വിരഗുളിക സ്കൂളിൽ വെച്ച് നൽകുകയുണ്ടായി. കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ടാണ് സ്കൂളിൽ ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ആഴ്ചയിൽ കുട്ടികളുടെ പാട്ടുകളും കളികളും ഉൾപ്പെടുത്തി ഓരോ വീഡിയോ ചെയ്യാറുണ്ട്. ഈ വർഷത്തെ കളറിംഗ്, ഹാൻഡ് റൈറ്റിംഗ് കോമ്പറ്റീഷൻ, സ്പോർട്സ് എന്നീ മത്സരങ്ങൾ നടത്താനിരിക്കുകയാണ്. സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ട് അവസാനിക്കും. വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയ 11ാം വാർഡ് മെമ്പർ ശ്രീ ഗുരുസ്ലോകൻ അവർക്കും 13ാം വാർഡ് മെമ്പർ
ശ്രീമതി അജിത അവർക്കും നന്ദി അറിയിക്കുന്നു. നമ്മുടെ വാർഷികാഘോഷം മനോഹരമാക്കാൻ വേണ്ടി ഒരുപാട് ദിവസത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ കുട്ടികളും എല്ലാവരും തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ടീച്ചേഴ്സിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ രക്ഷിതാക്കൾക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇതിനു വേണ്ടി നമുക്ക് സൗകര്യം ചെയ്തു തന്ന സരിത ലൈറ്റ് ആൻഡ് സൗണ്ടിനും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. ബാലകന്റെ കയ്യില് ആടക്കുഴലുണ്ട്, വെളുതിരുമുടിയത് പിച്ചല പൂച്ചൂട്, മാലത്തില മാലകൾ കൈവളയുണ്ട്, കൈവളയും കാഴ്ചയുമ്പും മഞ്ഞ പട്ടാട് നിലക്ക് നോക്കിക്കൊണ്ട് നിന്നു പോയതമ്മ കൂട്ടുകാരോടൊത്ത് കൂടി ബാലനോടക്കുഴലൂതി ഓടക്കുഴലിൽ കാലികളും നിന്നു സ്നേഹിച്ചു കണ്ടു പണ്ടൊരു പൂച്ചക്കുട്ടി, പാല് കുടിക്കണ പൂച്ചക്കുട്ടി, ആരും കാണാതെ പൂച്ചയും ഭൂതവും അപ്പുറമുള്ളൊരു കുറ്റിക്കാട്ടിൽ പാത് കളിക്കുമ്പം ചെലവിലെ കണ്ണക്കരക്ക് കുട്ടി ഭൂതത്തെ പിടിച്ചെടുത്തു, പിന്നെ കുടത്തിനിൽ അടച്ചു വെച്ചു. പണ്ടൊരു പൂച്ചക്കുട്ടി, പാല് കുടിക്കണ പൂച്ചക്കുട്ടി. കൊടുക്കുന്നത് അടിക്കുന്ന
September. One flew away, then there were 8. Chicory, chicory flew away. Chicory, chicory, happy handbag. 8 is the chicory, sticky house, remedy. One flew away, then there were 9. Chicory, chicory flew away. Chicory, chicory, happy handbag. 7 little chicory, sticky house, remedy. One flew away, then there were 6. Chicory flew away. Chicory, chicory, happy handbag. 6 little chicory, sticky house, remedy. One flew away, then there were 5. Chicory, chicory flew away. Chicory, chicory, happy handbag. 5 little chicory, sticky house, remedy. One flew away, then there were 4. Chicory, chicory flew away. Chicory, chicory, happy handbag. 4 little chicory, sticky house, remedy. One flew away, then there were 3. Chicory, chicory flew away. Chicory, chicory, happy handbag. Thank you. Morning bus ring, ding dong bell, ding dong bell. Walk and oh dear, walk and Johnny so long at the fair. It promised to bring me a bunch of glory, but to tire my body of hair. Oh dear, what can I do? Oh dear, what can I do? Oh dear, what can I do? Johnny so long at the fair. Thank you. On the floor, laying on the floor. Let the paper fly me. Let the paper fly me. Big thumb up. Big thumb up. Thank you. Oh God, but when am I to oh God, but thank you. Good morning. Good morning. നമസ്കാരം കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ ഇഷ്ടമാണോ? എനിക്ക് ഞാനൊരു കഥ പറയാം. എൻ്റെ കഥയുടെ പേരാണ് കുഞ്ഞേരി. ഒരു കാട്ടിൽ കുഞ്ഞേരി താമസിച്ചിരുന്നു. വയറ് നിറയെ ഭക്ഷണം കഴിച്ചു. തന്റെ വയറ് സുഖമായി കുഞ്ഞേരി പുറത്ത് കയറി ചാടിക്കളിച്ചു. ആരാണ് എന്റെ മേത്ത് ചാടിക്കളിക്കുന്നത്? കുഞ്ഞേരിക്ക് പേടിയായി. അയ്യൊന്നും ചെയ്യല്ലേ, ഞാൻ പാവാണ് പറഞ്ഞു. സിംഹത്തിന് പാവം തോന്നി, വെറുതെ വിട്ടു. ഒരു ദിവസം ഒരു വേട്ടക്കാരൻ വലയെടുത്ത് സിംഹത്തിനെ കൊണ്ടുപോകുന്നത് കുഞ്ഞിൽ കണ്ടു. കുഞ്ഞിൽ സമയം കളയാതെ ചാടി ചാടി സിംഹത്തിൻ്റെ വലയിലെടുത്തെത്തി വല കുഞ്ഞിലിൻ്റെ കൂർപ്പിള പനോട്
പിടിച്ച് കടിച്ച് മുറിച്ച് സിംഹത്തിന് രക്ഷപ്പെടുത്തി. പുനരി നല്ല കൂട്ടുകാരെ ഗുഹയിൽ താമസിച്ചിരുന്നു. താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഞാൻ പറയാൻ പോകുന്നത് താറാവ്. ഒരു ദിവസം ഋഷിതാരനും ഭാര്യയും താമസിച്ചിരുന്നു. അങ്ങനെ ഋഷിതാരൻ കയ്യിൽ ദിവസവും പണിക്ക് പോവായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഋഷിതാരന് ഒരു താറാവിനെ കിട്ടി. അങ്ങനെ താറാവിനെ ഭക്ഷണം കൊടുത്ത് നല്ലോണം വളർത്തി. അങ്ങനെ ഒരു ദിവസം താറാവ് മുട്ടയിട്ടു. മുട്ടയായിരുന്നു. ഋഷിതാരനും ഭാര്യയും അത്ഭുതപ്പെട്ടു. ആ മുട്ട ചെറിയ കൊണ്ടുപോയി വിറ്റ് പണക്കാരായി മാറി. അങ്ങനെ ഒരു ദിവസം ഋഷിതാരന്റെ ഭാര്യയ്ക്ക് ഒരു ആഗ്രഹം തോന്നു. ഋഷിതാരന്റെ ഭാര്യ പറഞ്ഞു, നമുക്കൊന്ന് താറാന്റെ വയറൊന്ന് തീർന്നു നോക്കിയാലോ. അത് കേട്ട് ഋഷിതാരൻ സത്യമായി വന്ന് താറാവിന്റെ വയറ് തീറി. ഒരു പൊന്നട്ടയും ഉണ്ടായില്ല. ദിവസവും പൊന്മുട്ട കിട്ടുന്നതൂടിയില്ലാണ്ട്. താങ്ക് യു.
1, 2, button mash 2, 3, 4, shattered, 5, 6, pick up 6, 7, 8, let up 8, 9, 10, so thank you.
song, lovely song. Sing a song, lovely song. Butterfly. I am going to tell a story, a fox and a frog. One day, a frog caught a biscuit. It sat on it, climbed up a tree. It was going to the village. Then a cunning fox saw it. Fox turned to the frog. You are a good singer. You sing a song for me. Frog began to sing. Ka, 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 Dundee. Dundee because fat from his mouth. Adva. One fell off a monkey said, so Mama called the daughter, and the daughter said, no more monkey jumping on the bed. Three little monkey jumping on the bed. One fell off a monkey said, so Mama called the daughter, and the daughter said, no more monkey jumping on the bed. Two little monkey jumping on the bed. One fell off a monkey said, so Mama called the daughter, and the daughter said, no more monkey jumping on the bed. One little monkey jumping on the bed. One fell off a monkey said, so Mama called the daughter, and the daughter said, no more monkey jumping on the bed. Thank you. ഞാനിവിടെ പറയാൻ പോകുന്ന കഥ ഉറുമ്പും പ്രാവും. ഒരിക്കൽ ഒരുറുമ്പ് വെള്ളം കുടിക്കാൻ പോയിരുന്നു. അപ്പോൾ കാൽവഴി ഒരു പുഴയിലേക്ക് വീണു. അയ്യോ രക്ഷിക്കണേ, രക്ഷിക്കണേ. ഉറുമ്പ് ഉറക്കെ കരയാൻ തുടങ്ങി. കരയുടെ മരക്കൊമ്പിലിരുന്ന പ്രാവ് ഉറുമ്പിന്റെ കരച്ചിൽ കേട്ടു. കഷ്ടം, ഈ കുഞ്ഞുറുമ്പിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. പ്രാവ് വിചാരിച്ചു. പ്രാവലില കൊത്തി വെള്ളത്തിലേ ഇട്ടു കൊടുത്തു. ഉറുമ്പതിന് മേലെ പിടിച്ചു കയറി രക്ഷപ്പെട്ടു. അങ്ങനെ അവർ ചങ്ങാതിമാരായി മാറി. ഒരു ദിവസം ഉറുമ്പ് തീറ്റ തേടി നടക്കുകയായിരുന്നു. തന്നെ ചങ്ങാതിയായ പ്രാവിനെ ഒരു വേടൻ അമ്പയാൻ നിൽക്കുന്നു. അയ്യോ, ഈ ചങ്ങാതി എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഉറുമ്പ് ഓടി ചെന്ന് വേടന്റെ കാലിൽ ഒറ്റ കടി കഴിച്ചു കൊടുത്തു. വേദന കൊണ്ട് പിടഞ്ഞ വേടന്റെ കയ്യിൽ നിന്നും അമ്പ് തിരിച്ചു പോയി. തന്നെ ചങ്ങാതിയെ ഉറുമ്പ് രക്ഷിച്ചു. അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു. ഗുണപാഠം: നന്മ ചെയ്താൽ നന്മ തിരിച്ചു കിട്ടും. ഞാൻ പറയാൻ പോകുന്ന കഥ ആനയും തയ്യൽക്കാരനും. ആന ദിവസവും കുളത്തിൽ കുളിക്കാൻ പോകും. പോകുന്നവയിൽ ഒരു തയ്യൽക്കാരുണ്ടായിരുന്നു. തയ്യൽക്കാരൻ ആനയ്ക്ക് ദിവസവും
എത്തിയപ്പോൾ കൈ നീട്ടി തയ്യൽക്കാരൻ സൂചി എടുത്ത്